ഗുരുവായൂരപ്പന്റെ ഗാനം പാടി ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഗുരുവായൂർ കൃഷ്ണൻ സംഗീത പഠനത്തിനായി കൊടുങ്ങല്ലൂരിലെത്തി. നല്ലൊരു ഗുരുനാഥനെ തിരയുന്നതിനിടയിലാണ് കൊടുങ്ങല്ലൂർ സോപാനം ഉണ്ണികൃഷ്ണൻ മാഷിന്റെ ക്ലാസിനെക്കുറിച്ച് അറിയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഗുരുവായൂരിൽ നിന്നും സോപാനത്തിനെത്തി ദക്ഷിണ സമർപ്പിച്ചു. ഗുരുവായൂരപ്പനാണ് തന്നെ ഇവിടെ എത്തിച്ചതെന്ന് ഗുരുവായൂർ കൃഷ്ണൻ പറഞ്ഞു. നല്ല പ്രായത്തിൽ നമുക്കതൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ല. പ്രോഗ്രാമായിട്ടും വർക്കുകളായിട്ടും നമുക്ക് സംഗീതം പഠിക്കാനായിട്ട് കഴിഞ്ഞില്ല. ചിറ്റൂർ കുറച്ച് കാലം ഒരു 5-6 മാസത്തോളം ചിറ്റൂർ ഒരു സോമശേഖര മാസം നമുക്ക് കാസർഗോഡ് കൂടെ സംഗീതം പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സോമശേഖര മാസം. അദ്ദേഹത്തിനുള്ളത് ഞാൻ ഗുരുവായൂരിൽ ചിറ്റൂർ വരെ പാട്ട് പഠിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ അതും ഈ പറഞ്ഞ മാതിരി പ്രോഗ്രാം വർക്കും എല്ലാം കൂടി ആവുന്ന സമയത്ത് സമയം പോരായി വരിക, പിന്നെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാരണം അതും ഒരു 4-5 മാസം പോകാൻ കഴിയും. പിന്നീട് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പല ഗുരുനാഥന്മാരെയും തപ്പി നടന്നു. പക്ഷേ എല്ലാവരും ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഒരു തിരക്കിട്ട ജീവിതമാണ്. നമുക്ക് വേണ്ടത് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാത്തൊരവസ്ഥ. നമ്മൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചു പോണത് അത് നമുക്ക് അവിടെ നിന്ന് കിട്ടാത്തൊരവസ്ഥ. പല ഗുരുനാഥന്മാരെയും തപ്പി. പക്ഷേ ഈ അടുത്ത ദിവസമാണ് ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ നമ്മുടെ അവിടുത്തെ ഈ ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ സോപാനം എന്ന ഈ മ്യൂസിക് അക്കാഡമിയെ കുറിച്ച് അറിയാനിടയായത്. അപ്പോൾ അതിൽ ഒരു വർണ്ണം പാടുന്നത് കേട്ടു. അതേപോലെ തന്നെ ഈ സ്വരങ്ങളൊക്കെ ഇങ്ങനെ അഭ്യസിക്കുന്നത് കണ്ടപ്പോൾ ഒരു താല്പര്യം തോന്നി. പിന്നെ ഇതിലൂടെ ഒന്ന് ചേർന്നാൽ എന്താ ഒരു താല്പര്യം. അതെന്താ അറിയില്ല. അത് ഗുരുവായൂരപ്പനും കൊടുങ്ങല്ലൂരമ്മയും കൂടി ചോദിച്ചത് മനസ്സിൽ തോന്നിച്ചതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഈ ഒരു പഠനം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ സത്യത്തിൽ ഈ ഒരു കലാക്ഷേത്രത്തിൽ വന്നിരിക്കുമ്പോൾ ഏതോ ഒരു ദൈവികമായിട്ടുള്ളൊരു കരസ്പർശം ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സരസ്വതിയുടെയും വീണയുടെയും ഒക്കെ ഒരു ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് പാട്ട് പഠിക്കാൻ കഴിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു സംഭവം തന്നെയാണ്. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് ഇനിയും നമുക്ക് വളരെ കാലം തുടർന്ന് ഇവിടുന്ന് തന്നെ ഒരു സംഗീതം പഠിച്ച് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഗുരുവായൂരപ്പൻ ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മമ്മിയൂർ ക്ഷേത്രത്തിലെ പാചകത്തിനിടയിലാണ് ഗുരുവായൂരപ്പന്റെ ഗാനം പാടി ലോകശ്രദ്ധ പിടിച്ചുപറ്റിയത്. അമൃതം പോലൂരിടുക നാരായണ നാമം ഹരിനാരായണ നാമം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവം പശുവേ നിന്നാവിൽ അമൃതം പോലൂരിടുക നാരായണ നാമം ഹരിനാരായണ നാമം ഹരിനാരായണ നാമം ഹരിനാരായണ നാമം. 20 വർഷത്തെ സംഗീത പാരമ്പര്യവുമായി കൊടുങ്ങല്ലൂരിന്റെ യശസ്സുയർത്തി നിൽക്കുന്ന സോപാനം സംഗീത വിദ്യാലയത്തിലെ സംഗീത പഠന രീതികൾ വ്യത്യസ്തമാണ്.
ഏക അധ്യാപകൻ മാത്രം കൊച്ചുകുട്ടികളെയും പ്രായമായവരെയും ക്ഷമയോടെയും അർപ്പണ മനോഭാവത്തോടെയും ശാസ്ത്രീയ സംഗീതവും വീണയും പഠിപ്പിക്കുകയും കലയ്ക്കു വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുന്ന സോപാനം ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ അധ്യയന രീതികളെ പ്രഗത്ഭരായ സംഗീതജ്ഞരടക്കം പ്രശംസിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസമാണ് സോപാനം സംഗീതരത്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് നടത്തിയത്. സോപാനം സംഗീത വിദ്യാലയത്തിന്റെ 20ാം വാർഷികത്തിൽ വെച്ച് ഈ വർഷത്തെ സോപാനം സംഗീതരത്ന പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞനായ പ്രൊഫസർ പൊൻകുന്നം രാമചന്ദ്രന് സമർപ്പിച്ചു. ജില്ലാ ജഡ്ജ് വിനീതയും റിട്ടയർഡ് ജില്ലാ ജഡ്ജ് വി കൃഷ്ണകുമാറും ചേർന്നാണ് അവാർഡ് സമർപ്പണം നടത്തിയത്. പ്രശസ്ത സംഗീതജ്ഞന്റെ ഭാര്യയായ ശോഭ രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.